നിങ്ങളുടെ നാളെ 1201 തുലാമാസം 9-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 26-ാം തീയതി ഞായറാഴ്ച. നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:18, അസ്തമയം വൈകിട്ട് 6 മണി. നാളത്തെ രാഹുകാലം നിങ്ങൾക്കേവർക്കും അറിയാം. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു ഞായറാഴ്ച രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളെ കാലത്ത് 10:45 വരെ തൃക്കേട്ട നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാത്ത നക്ഷത്രമാകുന്നു തൃക്കേട്ട. അത് യാത്രയായാലും പുത്തൻ സംരംഭമായാലും തൃക്കേട്ട നക്ഷത്രത്തെ നാം ഉപേക്ഷിക്കുന്നതാണ്, നിങ്ങൾക്കറിയാം. നാളെ 10:45 കഴിഞ്ഞാൽ പിന്നെ മൂലം നക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിലെ പഞ്ചമിയാണ് നാളത്തെ തിഥി, 5-ാം തിഥി. ചന്ദ്രൻ ബലവാനായി വരികയാണ്. പഞ്ചമി മുതൽ ചന്ദ്രൻ വളരെ ബലവാനാകും. അതിനാൽ നാളത്തെ നക്ഷത്രം 10:45 മുതൽ വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട മൂലം നക്ഷത്രമാണ്. അതിനാൽ ഞായറാഴ്ച കാലത്ത് നിങ്ങൾക്ക് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാകയാൽ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം അല്ലെങ്കിൽ വരാഹമൂർത്തി തുടങ്ങിയ അവതാര വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, ഈ ക്ഷേത്രങ്ങളിൽ എവിടെയും നിങ്ങളുടെ വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. നരസിംഹ ക്ഷേത്രത്തിലൊക്കെ കാലത്ത് വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റേതായ ബലം വരും. അത് നരസിംഹത്തിന് പ്രിയപ്പെട്ട പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി വഴിപാടുകൾ വളരെയധികം സമ്പന്നമാക്കും നാളത്തെ ദിനത്തെ. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് 12:15 മുതൽ 1:45 വരെയുള്ള സമയം അനുകൂലമായി യാത്രക്കായാലും വിവാഹ തീരുമാനങ്ങൾക്കും അല്ല മറ്റ് ഏത് മധ്യസ്ഥ ചർച്ചകൾക്കും അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. 10:45 കഴിഞ്ഞാൽ പിന്നെ മൂലം നക്ഷത്രം ബഹുവിശേഷമാണ്. വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വൈകിട്ട് നവഗ്രഹത്തിൽ രാഹുകേതുവിന് അർച്ചന ചെയ്യാം. രാഹുവിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയില്യപൂജ, സർപ്പബലി ഇതൊക്കെ വഴിപാടായി സമർപ്പിച്ച് നാഗസംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മോചനം ലഭിക്കാവുന്നതാണ്. സർപ്പപ്രീതിര അവശ്യമേവ കരണീയം, ആരോഗ്യ പുത്രാപ്തി എന്നാണ് പ്രമാണം. സർപ്പ ശ്രേയസ്സിനായിക്കൊണ്ട് നിങ്ങൾക്ക് ആയില്യപൂജ ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം കൂടിയുണ്ട്. നാളെ കഴിഞ്ഞാൽ സമാഗതമാകുന്നത് വളരെ വിശേഷപ്പെട്ട ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുബ്രഹ്മണ്യൻ നാഗങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പക്ഷേത്രത്തിൽ ചെയ്യുന്ന ഓരോ വഴിപാടുകളും പിറ്റേ ദിവസം വരുന്ന സുബ്രഹ്മണ്യ പ്രീതിക്ക് അത്യുത്തമമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.